നമസ്കാരം. തമിഴ്നാട്ടിലെ കാർഷിക കുടിവെള്ള ആവശ്യങ്ങൾക്കായി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഇന്ന് തുറക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ സുരക്ഷയും അയൽ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളും വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. തേനി ജില്ലയിലെ കമ്പം താഴ്വരയിലെ കൃഷിക്കും മധുരയുടെ കുടിവെള്ളത്തിനുമായി വെള്ളം തുറന്നുവിടുമ്പോൾ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ പ്രഖ്യാപനവും വിദഗ്ധ സമിതികളിലെ മാറ്റങ്ങളും കേരളത്തിൽ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. കേരളത്തിന്റെ ആശങ്കകളെ നിസ്സാരവൽക്കരിക്കുന്ന ഈ ഒരു സമീപനത്തിനെതിരെ ശക്തമായ പ്രതിരോധവുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ഈ ഒരു പുതിയ സാഹചര്യം രൂപപ്പെട്ടിട്ടുള്ളത്. തേനി ജില്ലയിലെ കമ്പം താഴ്വരയിലുള്ള 10,000-കണക്കിന് ഏക്കർ സ്ഥലത്തെ ഒന്നാം ഘട്ട നെൽകൃഷിക്കായി സെക്കൻഡിൽ 200 ഘനയടി വീതം 120 ദിവസത്തേക്കാണ് വെള്ളം തുറന്നുവിടുന്നത്. കൂടാതെ മധുര കോർപ്പറേഷൻ പ്രദേശത്തെ കുടിവെള്ള ആവശ്യങ്ങൾക്കായി സെക്കൻഡിൽ 150 ഘനയടി വെള്ളവും ഒഴുക്കിവിടാൻ തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. സാധാരണയായി ജൂൺ മാസം 1-ാം തീയതിയാണ് തമിഴ്നാട് കൃഷിക്കായി വെള്ളമെടുക്കാൻ ഷട്ടറുകൾ ഉയർത്താറുള്ളത് എങ്കിലും ഇത്തവണത്തെ മഴക്കുറവ് കാരണം ഈ നടപടി വൈകുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കാനുള്ള അടിയന്തര തീരുമാനത്തിലേക്ക് തമിഴ്നാട് സർക്കാർ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിൽ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ സമീപകാല ബജറ്റ് പ്രഖ്യാപനവും മുല്ലപ്പെരിയാർ വിദഗ്ധ സമിതിയിലെ അപ്രതീക്ഷിത മാറ്റങ്ങളും ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള നദീജല തർക്കം വീണ്ടും കടുപ്പിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഭരണത്തിലുള്ളത് സഖ്യകക്ഷിയായ കോൺഗ്രസ് പിന്തുണയോടെയുള്ള പാർട്ടികളും സർക്കാരുമാണെന്നിരിക്കെ രാഷ്ട്രീയപരമായ ചില സമവായങ്ങളും വെല്ലുവിളികളും ഈ വിഷയത്തിലുടനീളം പ്രകടമാകുന്നുണ്ട്. കേന്ദ്രത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകളും നയങ്ങളും പലപ്പോഴും പ്രാദേശിക ഭരണകൂടങ്ങളുടെ ജലനയങ്ങളെയും അണക്കെട്ട് രാഷ്ട്രീയങ്ങളെയും സ്വാധീനിക്കാറുമുണ്ട്. തമിഴ്നാടിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ഭരണകൂടം നടത്തുന്ന ഇത്തരം ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ ജനങ്ങളിൽ വലിയ ആശങ്കകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജോസഫ് വിജയ് നയിക്കുന്ന തമിഴ്നാട് സർക്കാർ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ കേരളത്തിൽ വലിയ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. സിനിമാറ്റിക്കായ ആഘോഷങ്ങളിലൂടെയും പ്രശസ്തിയിലൂടെയും രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന ഒരു നേതാവ് കേരളത്തിന്റെ ജീവനാഡിയായ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നടത്തുന്ന ഇത്തരം വെല്ലുവിളികളെ കേരളത്തിലെ രാഷ്ട്രീയ കേരളം കടുത്ത അമർഷത്തോടെയാണ് വീക്ഷിക്കുന്നത്. ജനങ്ങളുടെ ജീവനേക്കാൾ രാഷ്ട്രീയ പ്രീണനത്തിനും തമിഴ്നാടിന്റെ താൽപര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന ഭരണരീതിയാണ് ഇത്തരം പ്രഖ്യാപനങ്ങളിലൂടെ പുറത്തുവരുന്നത്. കേരളത്തിന്റെ ആശങ്കകളെയും സുരക്ഷാ മുന്നറിയിപ്പുകളെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഏകപക്ഷീയമായി മുന്നോട്ടു പോകുന്ന നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. ഈ ഒരു അവസരത്തിൽ തമിഴ്നാട്ടിലെ ഭരണപക്ഷവുമായി സഖ്യത്തിലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഇരട്ടത്താപ്പും കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമായിരിക്കുകയാണ്. കേരളത്തിലെത്തുമ്പോൾ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്നും കേരളത്തിന്റെ സുരക്ഷയാണ് വലുതെന്നും ഘോരഘോരം പ്രസംഗിക്കുകയും എന്നാൽ തമിഴ്നാട്ടിൽ ഭരണം നടത്തുന്ന സഖ്യകക്ഷികളുടെ ഇത്തരം ജനവിരുദ്ധ നീല ജലാശയ പ്രഖ്യാപനങ്ങളെ അനുകൂലിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ കാപട്യം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒരു വശത്ത് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ മുതലക്കണ്ണീർ ഒഴുക്കുകയും മറുവശത്ത് തമിഴ്നാട്ടിലെ ഭരണാധികാരികളുടെ കൊള്ളരുതായ്മകൾക്ക് കുടപിടിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നിലപാട് കേരളത്തോടുള്ള ഏറ്റവും വലിയ വഞ്ചന കൂടിയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനാ വിദഗ്ധ സമിതിയിൽ നേരത്തെ കേരളത്തിന്റെ പ്രതിനിധിയായിരുന്ന ടി.കെ. ശിവരാജൻ തമിഴ്നാട് സർക്കാരിന്റെ വിദഗ്ധ അംഗമായി നിയമിക്കപ്പെട്ടത് കേരളത്തിന് ഏറ്റവും ഒടുവിലത്തെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. തമിഴ്നാട് ജലവിഭവ വകുപ്പിന് കീഴിലുള്ള 88 അണക്കെട്ടുകളുടെ സുരക്ഷാ പരിശോധനയ്ക്കുള്ള സ്വതന്ത്ര പാനലിൽ ഡിസൈൻ വിദഗ്ധനായാണ് ഇയാളുടെ നിയമനം നടന്നിട്ടുള്ളത്. കേന്ദ്ര ജല കമ്മീഷൻ മുൻ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ശിവരാജൻ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ സുപ്രധാന നിലപാടുകളും സാങ്കേതിക വിവരങ്ങളും കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. ജനുവരി 6-ന് രൂപീകരിച്ച വിദഗ്ധ സമിതിയിൽ കേരളത്തിന്റെ പ്രതിനിധിയായിരുന്ന ഇയാൾ പിന്നീട് മാറിയതിനെ തുടർന്ന് ഒഡീഷ മുൻ സ്പെഷ്യൽ സെക്രട്ടറി അശുതോഷ് ദാസിനെ പകരം നിയമിക്കുകയാണുണ്ടായത്. ശിവരാജൻ തമിഴ്നാട് സമിതിയിൽ അംഗമായത് വരാനിരിക്കുന്ന സുരക്ഷാ ചർച്ചകളിൽ കേരളത്തിന്റെ പ്രതിരോധത്തെയും നിയമപരമായ വാദഗതികളെയും സാരമായി ബാധിച്ചേക്കാം. മറ്റൊരു നിർണായക വശം മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ ഏകപക്ഷീയമായ പ്രഖ്യാപനത്തിൽ കേരളം ഇതിനോടകം തന്നെ ശക്തമായ അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞു. വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക പൂർണ്ണമായും അകറ്റുന്നതിനായി മുഖ്യമന്ത്രിതല ഉഭയകക്ഷി ചർച്ചകൾക്കുള്ള സാധ്യതകളാണ് ജലവിഭവ വകുപ്പ് തേടിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാടിന്റെ ഇത്തരം കടുത്ത നീക്കങ്ങളെ നിയമപരമായും രാഷ്ട്രീയപരമായും ഒരുപോലെ നേരിടാനാണ് കേരളത്തിന്റെ ഉറച്ച ഒരു തീരുമാനം. സുപ്രീം കോടതി വിധി പ്രകാരം നിലവിൽ 142 അടിയാണ് അണക്കെട്ടിലെ പരമാവധി ജലനിരപ്പായി നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിലും ഈ ഒരു പരിധി ഉയർത്താനുള്ള ഏത് നീക്കവും വലിയ ദുരന്തങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അണക്കെട്ടിന്റെ കാലപ്പഴക്കവും ഘടനാപരമായ ബലക്ഷയവും പൂർണ്ണമായും കണക്കിലെടുത്ത് കൃത്യമായ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കാതെ ജലനിരപ്പ് ഉയർത്താൻ നിർദ്ദേശിക്കുന്നത് തികച്ചും പ്രായോഗികമല്ല എന്നാണ്
കേരളത്തിന്റെ ഉറച്ച നിലപാട്. സുപ്രീം കോടതി വിധിക്കും പരസ്പരമുള്ള കരാറുകൾക്കും വിധേയമായി പ്രവർത്തിക്കുമെന്ന് തമിഴ്നാട് അവകാശപ്പെടുമ്പോഴും ജനങ്ങളുടെ സുരക്ഷയിൽ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാനാവില്ല എന്ന് കേരള സർക്കാർ ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിന്റെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം തമിഴ്നാട്ടിലെ ജലസേചന ആവശ്യങ്ങൾക്ക് തടസ്സമില്ലാതെ വെള്ളം നൽകുക എന്ന സന്തുലിതമായ നയത്തിലൂന്നിയാണ് കേരളം മുൻപോട്ട് പോകുന്നത്. എങ്കിലും രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പേരിൽ തമിഴ്നാട് ഭരണകൂടം നടത്തുന്ന സമ്മർദ്ദങ്ങളെ പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട്. അണക്കെട്ടിന്റെ ബലക്ഷയത്തെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന അടിയന്തര സാഹചര്യത്തിൽ പഴയ അണക്കെട്ടിന് പകരം പുതിയ അണക്കെട്ട് നിർമ്മിക്കുക എന്ന ശാശ്വത പരിഹാരത്തിൽ നിന്നും സർക്കാർ ഒരു കാലത്തും പിന്നോട്ട് പോകാതിരിക്കുകയാണ് നല്ലത്. പുതിയ അണക്കെട്ട് നിർമ്മിക്കുക മാത്രമാണ് ഇരു സംസ്ഥാനങ്ങളിലെയും ജനങ്ങളുടെ മനസ്സിലെ ഭീതിയും ആശങ്കയും അകറ്റാനുള്ള ഏക പോംവഴി എന്ന് കേരളം പറയുമ്പോഴും സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന സുരക്ഷാ പരിശോധനകളുടെ രണ്ട് സംസ്ഥാനങ്ങൾക്കും പരമാവധി സ്വീകാര്യമായതും ഭാവി സുരക്ഷ ഉറപ്പാക്കുന്നതുമായ ഒരു പുതിയ തീരുമാനം ഉണ്ടാകുമെന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. എങ്കിലും കോൺഗ്രസ് പിന്തുണയോടെ അയൽ സംസ്ഥാനത്ത് ഭരണം നടത്തുന്നവരുടെ ജനവിരുദ്ധ നദീജല സമീപനങ്ങൾ ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുന്നുമുണ്ട്. അതേസമയം ഷട്ടറുകൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ പെരിയാർ നദീതീരത്ത് വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ജില്ലാ ഭരണകൂടം കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. പെരിയാറിലെ ജലനിരപ്പ് ക്രമാനുഗതമായി ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴയിൽ ഇറങ്ങുന്നതും മറ്റും വിനോദ വ്യാപാര പ്രവർത്തനങ്ങളിലും വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്ക് മാത്രമാണ് നിലവിൽ വെള്ളം കൊണ്ടുപോകുന്നതെങ്കിലും അണക്കെട്ട് പ്രദേശത്തെയും കീഴ്പ്രദേശത്തെയും സ്ഥിതിഗതികൾ റവന്യൂ പോലീസ് അധികൃതർ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. നദീജല തർക്കങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെയും സുപ്രീം കോടതിയുടെയും അടിയന്തര സഹായം തേടാനും കേരളം ശക്തമായി ആലോചിക്കുന്നുമുണ്ട്. തമിഴ്നാടിന്റെ പുതിയ പ്രഖ്യാപനങ്ങളും വിദഗ്ധ സമിതിയിലെ ആശങ്കാജനകമായ മാറ്റങ്ങളും സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ ഉന്നതതല യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ജലവിഭവ വകുപ്പിന്റെ തീരുമാനം. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും പരമാവധി സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തമിഴ്നാടുമായി സൗഹാർദ്ദപരമായ ചർച്ചകൾ തുടരാൻ തന്നെയാണ് കേരളത്തിന്റെ ലക്ഷ്യം. എങ്കിൽ പോലും കോൺഗ്രസ് സഖ്യകക്ഷികളുടെ രാഷ്ട്രീയ താൽപര്യങ്ങളെയും സാങ്കേതിക വെല്ലുവിളികളെയും ഒരുപോലെ നേരിടേണ്ട നിർണായക ഘട്ടത്തിലൂടെയാണ് കേരള രാഷ്ട്രീയവും മുല്ലപ്പെരിയാർ വിഷയങ്ങളും കടന്നുപോകുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനേക്കാൾ വലുതല്ല മറ്റൊന്നും. കാലപ്പഴക്കവും ഘടനാപരമായ ബലക്ഷയവും മൂലം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യത്തിൽ ഇനിയെങ്കിലും രാഷ്ട്രീയ ലാഭങ്ങൾക്കപ്പുറം ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകേണ്ടത്. തമിഴ്നാട്ടിലെ ഭരണാധികാരികളുടെ ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങളും കേരളത്തിന്റെ ആശങ്കകളെ നിസ്സാരവൽക്കരിക്കുന്ന സമീപനവും ഒരു തലത്തിലും അംഗീകരിക്കാൻ കഴിയത്തുമില്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും പരമാവധി സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തമിഴ്നാടുമായി സൗഹാർദ്ദപരമായ ചർച്ചകൾ തുടരാനാണ് കേരളത്തിന്റെ ലക്ഷ്യം. എങ്കിൽ പോലും കോൺഗ്രസ് സഖ്യകക്ഷികളുടെ രാഷ്ട്രീയ താൽപര്യങ്ങളെയും സാങ്കേതിക വെല്ലുവിളികളെയും ഒരുപോലെ കേരളം നേരിടേണ്ടതുമാണ്. ഇവിടെ ഭരിക്കുന്നതും കോൺഗ്രസ് ആണ് എന്നുള്ള ഒരു കാര്യവും നമ്മൾ മറക്കാൻ പാടില്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനേക്കാൾ വലുതല്ല മറ്റൊന്നും. കാലപ്പഴക്കവും ഘടനാപരമായ ബലക്ഷയവും മൂലം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യത്തിൽ ഇനിയെങ്കിലും രാഷ്ട്രീയ ലാഭങ്ങൾക്കപ്പുറം ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകേണ്ടത്. തമിഴ്നാട്ടിലെ ഭരണാധികാരികളുടെ ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങളും കേരളത്തിന്റെ ആശങ്കകളെ നിസ്സാരവൽക്കരിക്കുന്ന സമീപനവും ഒരു തലത്തിലും അംഗീകരിക്കാനും കഴിയില്ല. ശക്തമായ ജനകീയ ഐക്യത്തിലൂടെയും നിയമപരമായ പോരാട്ടങ്ങളിലൂടെയും മാത്രമേ ഈ പ്രതിസന്ധിയെ കേരളത്തിന് അതിജീവിക്കാൻ സാധിക്കൂ. പഴയ അണക്കെട്ടിന് പകരം പുതിയ അണക്കെട്ട് നിർമ്മിക്കുക എന്ന ശാശ്വത പരിഹാരത്തിൽ നിന്നും ഒരു കാരണവശാലും പിന്നോട്ട് പോകാതെ ഒറ്റക്കെട്ടായി നിന്ന് കേരളം ഈ വെല്ലുവിളിയെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.